യുഎഇയിൽ പെട്രോൾ ഡീസൽ വിലയിൽ കുറവ്. 2026 ജനുവരി മാസത്തെ ഇന്ധനവിലയാണ് ഇന്ന് ഡിസംബർ 31 ബുധനാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ നിരക്കുകൾ അനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് 2 ദർഹം 53 ഫിൽസ് ആയിരിക്കും ജനുവരി മാസത്തെ നിരക്ക്. കഴിഞ്ഞ മാസം ഇത് 2 ദർഹം 70 ഫിൽസ് ആയിരുന്നു. സൂപ്പർ 95ന് 2.42 ആണ് പുതിയ നിരക്ക്. കഴിഞ്ഞ മാസം 2 ദർഹം 58 ഫിൽസ് ആയിരുന്നു. E+91ന്റെ പുതിയ വില 2 ദർഹം 34 ഫിൽസ് ആണ്. കഴിഞ്ഞ മാസം 2 ദർഹം 51 ഫിൽസ് ആയിരുന്നു. ഡീസൽ വില നോക്കുകയാണെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം 2.85 ആയിരുന്നത് ജനുവരി മാസത്തിൽ 2 ദർഹം 55 ഫിൽസ് എന്നുള്ളൊരു നിരക്കിലേക്കാണ് കുറഞ്ഞിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്ന കാര്യം അജ്മാൻ എമിറേറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. കാരണം ദുബായിലോ ഷാർജയിലോ അബുദാബിയിലോ ഒക്കെ പോയി പുതുവത്സരാഘോഷങ്ങൾ കാണാൻ സാങ്കേതികമായി തടസ്സം അനുഭവിക്കുന്ന അജ്മാനിൽ താമസിക്കുന്ന ആളുകൾക്ക് ആഘോഷങ്ങളൊക്കെ അവിടെ ഇരുന്ന് തന്നെ കാണാനുള്ള വലിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അജ്മാനിലെ 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇത്തവണ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഗംഭീര ഫയർ വർക്ക്സ് നടക്കുന്നത്. അജ്മാൻ കോർണിഷ്, അൽജർഫ്, അൽമനാമ, മസ്ഫൂട്ട് എന്നിവിടങ്ങളിൽ. കോർണിഷിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അജ്മാൻ സരായ് ഹോട്ടലിന് എതിർവശത്താണ് ഫയർ വർക്ക്സ് നടക്കുന്നത്. ജർഫിൽ അജ്മാൻ ബോളിവുഡ്സിനും ഫെസ്റ്റിവൽ ലാൻഡിനും എതിർവശങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫയർ വർക്ക്സ് കാണാം. അൽമനാമയിൽ മനാമ ഗേറ്റിന് എതിർവശത്താണ് ഫയർ വർക്ക്സ് നടക്കുന്നത്. മസ്ഫൂട്ടിലാണെങ്കിൽ സ്വൈർ പാർക്കിലെ കൃഷിയിടങ്ങൾക്ക് മുകളിലായും മനോഹരമായി നമുക്ക് ഈ ഫയർ വർക്ക്സ് ഇത്തവണ ആസ്വദിക്കാം. ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇത്രയും ഗംഭീരവും സൗകര്യപ്രദവുമാക്കുന്നതിൽ യുഎഇയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ കോംപ്ലിമെന്റ് ചെയ്യുന്നത് ചെറിയ രീതിയിലൊന്നുമല്ല. കാരണം ഇന്നൊക്കെ പുറത്തിറങ്ങിയ ആളുകൾക്കറിയാം, സുഖശീതളമായൊരു കാലാവസ്ഥയാണ് ഇന്ന് പകൽ സമയത്ത് പോലും നഗരപ്രദേശങ്ങളിലടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഈ ഡിസംബർ 31 ബുധനാഴ്ച റാസൽ ഖൈമയിലെ ജബൽ ജെയ്സിൽ രാവിലെ 7 മണിക്ക് രേഖപ്പെടുത്തിയത് 3.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അബുദാബി, ദുബായ് തുടങ്ങിയ പ്രദേശങ്ങളിലെ സിറ്റികളിലാണെങ്കിലും പകൽ സമയത്തെ ശരാശരി താപനില 20-21 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാത്രി അത് വീണ്ടും താഴുന്നുമുണ്ട്. നാളെയും ഇതേ കാലാവസ്ഥ തുടരുമെന്നാണ് എൻസിഎമ്മിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം തുറസായ സ്ഥലങ്ങളിലൊക്കെ പുതുവത്സരാഘോഷങ്ങൾക്കായി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം നല്ല തണുത്ത കാറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പോവുക. അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ പ്രത്യേകം ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. പുതുവർഷം എല്ലാവർക്കും മനോഹരമാകട്ടെ. തണുത്ത ഒരു പ്രഭാതത്തോടു കൂടി തന്നെ നാളെ തുടങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദുബായ് വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. തികച്ചും ലോക്കൽ 2025 ഡിസംബർ 31 ബുധനാഴ്ച.